നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഞാൻ കീർത്തന കേശവൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും തടസ്സപ്പെട്ടു. ഇപോസ് സെർവർ പ്രവർത്തിക്കാത്തതിനാൽ റേഷൻ വിതരണത്തിനുള്ള തീയതി നീട്ടി നൽകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കും. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, ഈ മാസം റേഷൻ വിതരണം ഇന്ന് അവസാനിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇപോസ് സെർവർ തകരാറിലായിരിക്കുന്നത്. എന്ത് നടപടിയായിരിക്കും ഇനി സ്വീകരിക്കുക? കീർത്തന, ഇന്ന് രാവിലെ മുതൽ റേഷൻ വിതരണം മന്ദഗതിയിലായിരുന്നു. 10:00 കൂടിയാണ് റേഷൻ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുള്ളത്. സെർവർ തകരാറിലായതാണ് ഇപോസ് സംവിധാനം തകരാറിലാവാൻ കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നാളെ അവധി ദിനമാണ്. ഈ മാസത്തെ റേഷൻ വിതരണം ഇന്നുകൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. ആ സാഹചര്യത്തിൽ കൂടുതലായി ആളുകൾ റേഷൻ കടയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതാണ് ഈ സെർവർ തകരാറിലാകാൻ കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വ്യാപാരികൾ പറയുന്നത് ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസത്തേക്ക് കൂടി നീട്ടിത്തരാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യമാണ് അവർ പറയുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ കത്ത് സർക്കാരിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ മാസം ആദ്യം മുതൽ തന്നെ ഇപോസ് സംവിധാനം തകരാറിലായിരുന്നു. അതിൽ ഒന്ന് മസ്റ്ററിംഗ് നടത്തിയതാണ്. മസ്റ്ററിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ ഇപോസ് മെഷീൻ തകരാറിലായി. അങ്ങനെ റേഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു. അതിനിടയിൽ കരാറുകാർ സമരത്തിലായതോടുകൂടി കടകളിലേക്ക് ആവശ്യത്തിന്റെ സാധനങ്ങൾ എത്തിയിരുന്നുമില്ല. അങ്ങനെ ആദ്യഘട്ടത്തിൽ റേഷൻ വിതരണം ഭാഗികമായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഇപോസ് മെഷീൻ തകരാറിലായതോടെ റേഷൻ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടുള്ളത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആളുകൾ കാര്യമായി തന്നെ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഭക്ഷ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ ഇപോസ് തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും അടിയന്തര ഇടപെടൽ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ റേഷൻ വിതരണത്തിനുള്ള തീയതി സമയം കൂടി നീട്ടി നൽകണമെന്നൊരു ആവശ്യമാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കീർത്തന. ശരി, സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും തടസ്സപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ സുരേഷാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. 7 വർഷമായി ജയിലിൽ കഴിയുന്ന അഖിലേഷ്, നിതിൻ, അജേഷ് എന്നിവരെയാണ് വെറുതെ വിട്ടത്. നീതി ലഭിച്ചില്ലെന്ന് റിയാസ് മൗലവിയുടെ കുടുംബം പ്രതികരിച്ചു. ഭയങ്കര പ്രതീക്ഷയുണ്ട് എനിക്ക് കോടതിന് വേളെ. ഇത് പറയാൻ കിട്ടുന്നില്ല. എന്തും എന്നെ കുട്ടി കാണുന്നില്ല. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, എന്തായാലും തൃപ്തികരമല്ലാത്ത വിധിയെന്നാണ് കുടുംബാംഗങ്ങളുടെ പ്രതികരണം. ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? കീർത്തന, ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന വിധി എന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിത്ത് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. കാരണം കൃത്യമായ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയിരുന്നു. 100-ലേറെ തെളിവുകൾ ഹാജരാക്കിയിരുന്നു. പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാക്കിയ സാക്ഷികൾക്ക് പുറമെ 35ഓളം സാക്ഷികളെ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ ഇവിടെ ഹാജരാക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടി, അതിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പ്രതിഭാഗം അഭിഭാഷകന് പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി വന്നത് എന്നത് ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ ചോദിക്കുകയാണ്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ വിധിപ്പകർപ്പ് ഇതുവരെയും കൈവശം ലഭിച്ചിട്ടില്ല. കൈവശം ലഭിച്ചതിന് ശേഷം അത് പരിശോധനയ്ക്ക് ശേഷം അപ്പീൽ പോകുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് കുടുംബം, അതായത് റിയാസ് മൗലവിയുടെ കുടുംബം പ്രതികരിക്കുന്നുണ്ട്. 3 ഒറ്റ വരി മാത്രമായിരുന്നു വിധി പ്രസ്താവം ഉണ്ടായിരുന്നത്. അതായത് 3 പ്രതികളെയും വെറുതെ വിട്ടു എന്നാണ് ജില്ലാ പ്രിൻസിപ്പൽ സ്പെഷ്യൽ ജഡ്ജി KK ബാലകൃഷ്ണൻ വിധി പ്രസ്താവം ആ സമയത്ത് വായിച്ചത്. എന്തായാലും അതിനുശേഷം അതിന്റെ പകർപ്പ് ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ കുടുംബം ആ സമയത്ത് തന്നെ ഭാര്യ സൈത പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമുണ്ടായി. നീതി ലഭിക്കുമെന്നാണ്, കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, കോടതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പാടെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. ഇത് കാസർഗോഡ് ജില്ലയിൽ ഈ പ്രതി, അതായത് 1-ാം പ്രതി ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുൾപ്പെടെ കൃത്യമായി കണ്ടെത്തിയിരുന്നു എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട്. പക്ഷേ അതിനൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല. എന്തുകൊണ്ടാണ് കോടതിയുടെ ഇത്തരത്തിലൊരു വിധി ഉണ്ടായത് എന്ന് പരിശോധിക്കണം. അതിന് വിധിപ്പകർപ്പ് ആവശ്യമാണ്. വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക്, അപ്പീൽ പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കീർത്തന. ശരി, കാസർഗോഡ് മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലിയെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ്. അരുൺ പാറക്കലാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസിനെതിരെ നടപടി തുടർന്ന് ആദായ നികുതി വകുപ്പ്. ഇന്നലെ 2 നോട്ടീസ് കൂടി ലഭിച്ചെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. Receiving notices is no longer a shocking or surprising development. In fact,
If a day passes without getting a notice, you begin to wonder what is happening. കൂടുതൽ വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, കോൺഗ്രസിന് തുടരെ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനി കോൺഗ്രസ് ഇതിൽ എടുക്കുന്ന ഒരു നടപടി? കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? കീർത്തന, ഇതുവരെ 1823 കോടി രൂപയുടെ ഒരു നോട്ടീസാണ് കോൺഗ്രസിന് കഴിഞ്ഞ ദിവസം വരെ ലഭിച്ചത്. 8 നോട്ടീസുകൾ ലഭിച്ചിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ട് വീണ്ടും 2 നോട്ടീസുകൾ കൂടി ലഭിച്ചു. അങ്ങനെ ഇതുവരെ 10 നോട്ടീസുകൾ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിന് ലഭിച്ചു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്തായാലും ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റന്നാൾ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നീക്കമുള്ളത്. ദിവസവും ഇപ്പോൾ കോൺഗ്രസ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസുകൾ ലഭിക്കുന്നു. ഒരു ദിവസം ലഭിച്ചില്ലെങ്കിൽ അതൊരു ആശ്ചര്യപ്പെടുന്ന ദിവസമായി തോന്നുമെന്നാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ ഇപ്പോൾ ജയറാം രമേശ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ നടപടി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുമ്പോൾ രാഷ്ട്രീയമായും ഇതിനെ നേരിടാൻ തന്നെയാണ് തീരുമാനം. പ്രതിഷേധമടക്കം സംഘടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. എന്തായാലും 1823 കോടി രൂപയാണ് ഇതുവരെ കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിട്ട കണക്കുള്ളത്. അതേസമയം തന്നെ ഈ പുതിയ 2 നോട്ടീസിൽ 2021, 22 അതോടൊപ്പം തന്നെ 2021 തുടങ്ങിയ സാമ്പത്തിക വർഷങ്ങളുടെ നോട്ടീസിൽ എത്ര തുക പിഴ ചുമത്തണമെന്ന് സംബന്ധിച്ചുള്ളൊരു കാര്യം എന്തായാലും കോൺഗ്രസ് വെളിപ്പെടുത്തിയിട്ടില്ല. അത് പിന്നീട് വെളിപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നികുതിയും പിഴയും പലിശയും അടക്കമുള്ള തുകയാണ് ഈ പുതിയ നോട്ടീസിൽ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വൈകാതെ ഇതിനും നിയമ നടപടി ചോദ്യം ചെയ്ത് നീങ്ങാനാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നത്. മറ്റന്നാളാണ് സുപ്രീം കോടതിയെ സമീപിക്കുക. ശരി, നിതിൻ അംബുജനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് 8350 ബോണ്ടുകൾ കൂടി അടച്ചിരുന്നുവെന്ന വിവരം. 1 കോടി രൂപ വിലയുള്ള 10,000 ബോണ്ടുകൾ അച്ചടിക്കാൻ ധനമന്ത്രാലയം അനുമതി നൽകിയിരുന്നു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. എന്താണ് കൂടുതൽ പുറത്തുവരുന്ന വിവരങ്ങൾ? സുപ്രീം കോടതിയുടെ ഉത്തരവിന് തൊട്ടു മുമ്പ് വരെ നടന്നത് കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കാനായിട്ടുള്ള നീക്കങ്ങളാണ് എന്നത് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിനാണ് ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ ലഭിച്ചിരിക്കുന്നത്. ഫയൽ നോട്ടിങ്ങുകളുടെയും SBIയും കേന്ദ്ര സർക്കാരും കേന്ദ്ര ധനമന്ത്രാലയം തമ്മിലുള്ള ചർച്ചകളുടെ, അത് ഇമെയിൽ രൂപത്തിലും ഫയൽ നോട്ടിങ്ങുകളുടെ രൂപത്തിലും ഒക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഇന്ത്യൻ എക്സ്പ്രസിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ വ്യക്തമാക്കുന്നത് ഈ ഉത്തരവിന് തൊട്ടു മുമ്പ് 10,000-ഓളം ഇലക്ട്രൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കാനായിട്ടുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. 1 ലക്ഷം രൂപ വിലയുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ അതിൽ ഏതാണ്ട് 8,500ഓളം എണ്ണം ഇലക്ട്രൽ ബോണ്ടുകൾ പ്രിന്റ് ചെയ്ത് കൈമാറുന്ന ഘട്ടത്തിൽ നിർത്തിവെക്കാനായിട്ടുള്ള നിർദ്ദേശം SBIക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു എന്നുള്ളതും ഈ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് വ്യക്തമാകുന്നുണ്ട്. ഇത് ഇലക്ട്രൽ ബോണ്ടുകളുടെ തുക, ഒരുപക്ഷെ ഇലക്ട്രൽ ബോണ്ടുകൾ നിയമവിധേയമാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിലേക്ക് പണം ഈ പല കോർപ്പറേറ്റുകളുടെ പക്കൽ നിന്നും ഒക്കെ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണമായി മാറുകയാണ്. ശരി, ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് 8350 ബോണ്ടുകൾ കൂടി അച്ചടിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. രാധാകൃഷ്ണനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ 33 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പോലീസ് പിടികൂടി. കരിങ്കല്ലത്താണി സ്വദേശി താജുദ്ദീനെ കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷഹദ്, എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത്? മറ്റു വിവരങ്ങൾ. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. മലപ്പുറം പെരിന്തൽമണ്ണ കരിങ്കല്ലത്താണിയിൽ വെച്ചിട്ടാണ് ഈ കുഴൽപ്പണ വേട്ട നടന്നിട്ടുള്ളത്. കാറിൽ കടത്തുകയായിരുന്ന 33 ലക്ഷം രൂപയാണ് ഇയാളിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. താജുദ്ദീൻ ഈ പണം കടത്തുന്നത് രഹസ്യവിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതിയെ പിടികൂടുന്നത്. കാറിൽ പ്രത്യേകം തയ്യാറാക്കിയ അറയിലായിരുന്നു ഈ പണം സൂക്ഷിച്ചിരുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഈ പണം കണ്ടുകിട്ടിയിട്ടുമുണ്ട്. ശരി, ഷഹർ റഹ്മാനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം കാളികാവിൽ 2.5 വയസ്സുകാരിയെ പിതാവ് മർദ്ദിച്ചതായി പരാതി. കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ പിതാവിനെതിരെ പോലീസ് കേസെടുത്തു. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷഹദ്, എന്താണ് പരാതി? ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ആരോഗ്യനില തൃപ്തികരമാണ്. കാളികാവിലാണ് ഈ 2.5 വയസ്സുകാരിയെ പിതാവ് മർദ്ദിച്ചതായിട്ട് പരാതി ഉയർന്നിട്ടുള്ളത്. കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ ചാഴിയോട്ടിൽ ജുനൈദിനെതിരെ കാളികാവ് പോലീസ് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഈ മാസം 21-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഭാര്യ
ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് കുട്ടിയെ ജുനൈദിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ വെച്ച് മർദ്ദിച്ചും എന്നുമാണ് പരാതിയിലുള്ളത്. തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും കുട്ടി വളരെയധികം ക്ഷീണിതയായിരുന്നു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ പോലീസിന് ഭാഷ്യം ഈ വിഷയത്തിലുള്ളത്, കാരണം ഇവർ കുടുംബ പ്രശ്നമാണ്, നിരന്തരമായി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ഫാമിലിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിൽ ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്നൊരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് എന്തായാലും കേസ് എടുത്തിട്ടുണ്ട്. ഈ ജുനൈദിനെതിരെ ഇതിനു മുൻപും പോലീസിൽ കേസ് നൽകിയിട്ടുണ്ടായിരുന്നു. പോലീസ് ഇതിനു മുൻപും പല കേസുകളിൽ ബന്ധപ്പെട്ട് ജുനൈദിനെതിരെ കേസെടുത്തൊരു ചരിത്രവുമുണ്ട്. ശരി, ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കൂടുതൽ സ്ഥാനാർത്ഥികൾ. ആറ്റിങ്ങലിൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ, പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്, ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥ്, മലപ്പുറത്ത് വി വസീഫ്, കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവൻ എന്നിവർ പത്രിക നൽകി. നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, എന്തായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി മറ്റ് ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കുമോ? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? കീർത്തന, കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. രാവിലെ 11 മണിക്കും വൈകുന്നേരം 3 മണിക്കും ഇടയിലാണ് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. അതാത് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് മുന്നിൽ അതാത് മണ്ഡലങ്ങളുടെ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് മുമ്പിലാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. ഇതിൽ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ അല്പം മുമ്പ് തിരുവനന്തപുരം കളക്ടറേറ്റിലെത്തി ADM C പ്രേംജിക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ആകെ 4 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് സമർപ്പിക്കുക. അതിൽ ഒരെണ്ണമാണ് ഇന്ന് സമർപ്പിച്ചത്. അതിന്റെ പ്രാഥമിക പരിശോധന ADM നടത്തുകയും മറ്റാശയവിനിമയം നടത്തിയതിനു ശേഷമാണ് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം അല്പം സമയത്തിനകത്ത് മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വി മുരളീധരന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക നൽകിയത് ഉക്രൈനിൽ നിന്ന്, അതായത് യുദ്ധഭൂമിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ ദിവസം അത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് അത്തരത്തിൽ ആ തുക കൈമാറിയത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റ് മണ്ഡലങ്ങളുടെ കാര്യം കൂടിയാണ്. അതായത് കേരളത്തിൽ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ആറ്റിങ്ങലിനെ കൂടാതെ ഇന്ന് പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി TM തോമസ് ഐസക് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ചാലക്കുടിയിൽ C രവീന്ദ്രനാഥ്, മലപ്പുറത്ത് വി വസീഫ്, കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവൻ എന്നിവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രവർത്തകർക്കൊപ്പവും നേതാക്കൾക്കൊപ്പവും വലിയ പ്രകടനവും വലിയ അവരുടെ രാഷ്ട്രീയമായ ശക്തി തെളിയിക്കുന്നത് കൂടിയായി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ കളക്ടറിലേക്ക് എത്തിയത് പോലും അദ്ദേഹത്തിനൊപ്പം NDA നേതാക്കൾ, അതുപോലെ NDA പ്രവർത്തകർ, BJP നേതാക്കളും പ്രവർത്തകരും ഒക്കെ വലിയ പ്രകടനമായാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. 100% വിജയപ്രതീക്ഷയിലാണ് താനെന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ പറയുന്നു. അതുപോലെ തന്നെ മറ്റു സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച മറ്റിടങ്ങളിലെ വിവിധ മുന്നണി സ്ഥാനാർത്ഥികളും തങ്ങളുടെ വിജയപ്രതീക്ഷ പങ്കുവച്ചിട്ടുണ്ട്. കൂടുതൽ സ്ഥാനാർത്ഥികൾ അടുത്ത ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇതിൽ നാളത്തെ ദിവസം അവധിയാണ്. ഏപ്രിൽ 1 അവധി ദിവസമാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം അവധിയായതിനാൽ അത് കഴിഞ്ഞുള്ള ദിവസമായിരിക്കും വീണ്ടും അടുത്ത പത്രിക സമർപ്പിക്കേണ്ട സാഹചര്യമുള്ളത്. 3-4 ദിവസങ്ങളിൽ പത്രിക സമർപ്പിക്കാം. ഇനി മറ്റു സ്ഥാനാർത്ഥികൾ ആ ദിവസങ്ങളിൽ പത്രിക സമർപ്പിക്കും. ഏപ്രിൽ 4 നാമനിർദ്ദേശ പത്രിക. കൂടുതൽ പേർ സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത. RJDയുടെ പൂർണിയ സീറ്റിൽ കോൺഗ്രസ് നേതാവ് പപ്പു യാദവ് നാമനിർദ്ദേശ പത്രിക നൽകും. അടുത്ത മാസം 2-ന് പപ്പു യാദവ് പത്രിക സമർപ്പിക്കും. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിതിൻ, ബീഹാറിലും ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത വന്നിരിക്കുകയാണ്. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? കീർത്തന, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ RJDയും കോൺഗ്രസും അവിടെ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുകയായിരുന്നു. പക്ഷേ പൂർണിയ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ തർക്കങ്ങൾക്കെല്ലാം ഒടുവിൽ ഇന്നലെ ആശ്വാസകരമായ നിലയിൽ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ സാധിച്ചു എന്നാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ വ്യക്തമാക്കിയത്. പക്ഷേ നിലവിലിപ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യ സഖ്യത്തിലെ ഇപ്പോൾ 9 സീറ്റുകളാണ് കോൺഗ്രസിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിൽ പൂർണിയ സീറ്റില്ല. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്ന പപ്പു യാദവിന് കോൺഗ്രസ് പൂർണിയ സീറ്റ് നൽകുമെന്ന വാഗ്ദാനവും
ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ അത് BJD ക്ഷമിക്കണം RJD ആണ് ഇപ്പോൾ പൂർണിയ സീറ്റിൽ മത്സരിക്കുന്നത്. അടുത്ത മാസം 2-ന് പപ്പു യാദവ് നാമനിർദ്ദേശ പത്രിക പൂർണിയ സീറ്റിൽ മത്സരിക്കുന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഇന്ത്യ സഖ്യത്തിലെ ഭിന്നത രൂപപ്പെടുന്നത് സ്വാഭാവിക ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും ഉണ്ടാവുക. കോൺഗ്രസിന് 9 സീറ്റ് വാഗ്ദാനം ചെയ്തപ്പോൾ 26 സീറ്റുകളാണ് RJD മത്സരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും കൂടുതൽ ഭിന്നത വരുന്നതിൽ സ്വാഭാവിക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സംബന്ധിച്ച് തിരിച്ചടിയാകും. അതോടൊപ്പം തന്നെ പപ്പു യാദവ് എവിടെ മത്സരിക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേരത്തെ തന്നെ ചില തീരുമാനങ്ങൾ സ്വീകരിച്ചിരുന്നു. അത് പൂർണിയ സീറ്റ് തന്നെ വേണമെന്നൊരു ആവശ്യമാണ് RJD നേതൃത്വത്തിനിടയിൽ തന്നെ കോൺഗ്രസ് അറിയിച്ചത്. പക്ഷെ അതെല്ലാം തന്നെ ശരി. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത. നിതിൻ അംബുജനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്ഥാനാർത്ഥികളിൽ നിന്ന് പണം പിരിക്കാൻ ഒരുങ്ങി ഒഡീഷയിലെ കോൺഗ്രസ് നേതൃത്വം. സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കുന്നവരിൽ നിന്ന് 50,000 രൂപ വാങ്ങാനാണ് തീരുമാനം. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി വിശദാംശങ്ങളുമായി. നിതിൻ, എന്താണ് ഒഡീഷയിലെ കോൺഗ്രസിന്റെ തീരുമാനം ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ? കീർത്തന, തെരഞ്ഞെടുപ്പ് കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. കാരണം PCCകൾക്കെല്ലാം തന്നെ നേരത്തെ നൽകിയ നിർദ്ദേശം അതാത് PCCകൾ പണപ്പിരിവ് നടത്തണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയത്. എന്നാൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളോട് തന്നെ ഇപ്പോൾ ഒഡീഷ PCC ആവശ്യപ്പെട്ടിരിക്കുന്നത് 50,000 രൂപ പിരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം അറിയിച്ച് ഒഡീഷ PCC അധ്യക്ഷൻ നേതാക്കൾക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നവരെ ചില എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ എന്തായാലും PCC നിർദ്ദേശം നൽകി പശ്ചാത്തലത്താണ് സാമ്പത്തിക പ്രതിസന്ധി. ആടുജീവിതം സിനിമയുടെ വ്യാജ പതിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തത് കാനഡയിൽ നിന്ന്. മലയാളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വാട്സ്ആപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നിരീക്ഷണം ശക്തമാക്കി. നിയമ നടപടികൾ തുടരുമെന്ന് സംവിധായകൻ ബ്ലെസി 24നോട് പറഞ്ഞു. സിനിമയുടെ യാതൊരു ആസാദന നിലവാരങ്ങൾക്കും ഇല്ല. ഇതിനെ ഏതെങ്കിലും രീതിയിൽ ഇതിനെതിരെ ഒരു പ്രവണത ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതിനെ അഗൻസ്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഉള്ളൊരു ക്രിമിനൽ മനസ്സുകളാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് തടയുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് അത്തരത്തിൽ ആരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ തിയേറ്ററിൽ തന്നെ അവരെ വിലക്കുവാനായിട്ടൊക്കെ സാധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി ധൈര്യത്തോടുകൂടി അത്തരമൊരു സമീപനം നടത്തുകയും അതിനെതിരെ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും ആളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അശ്വിൻ, ഈ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? കീർത്തന, കാനഡയിൽ നിന്നാണ് ഈ ചിത്രം അപ്ലോഡ് ചെയ്തത് എന്നതിനപ്പുറത്തേക്ക് മറ്റ് പുതിയ വിവരങ്ങളൊന്നും സൈബർ സെല്ലിനോ ഈ കേസ് പ്രധാനമായി അന്വേഷിക്കുന്ന ചെങ്ങന്നൂർ പോലീസിനോ ലഭിച്ചിട്ടില്ല. ഇന്നലെ ഒരു സീരിയൽ നടി പരാതിപ്പെട്ടതിനെ തുടർന്നാണ് തിയേറ്ററിൽ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് പറയപ്പെടുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അത് ആലപ്പുഴ സ്വദേശി, ചെങ്ങന്നൂർ സ്വദേശിയാണ്. അയാളെ ഇന്നലെ തന്നെ ചോദ്യം ചെയ്ത ശേഷം തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് പകർത്തിയെന്ന് പറയുന്ന ആൾ ആരാണെന്നോ ഇതെന്തിന് കാനഡയിലേക്ക് കൊടുത്തു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതിനുവേണ്ടി അന്വേഷണം സൈബർ സെല്ലും കൃത്യമായി തന്നെ നടത്തുന്നുണ്ട്. പ്രധാന കേസ് ചെങ്ങന്നൂരിലാണ്. അതുകൊണ്ട് തന്നെ സൈബർ സെൽ വിവരങ്ങൾ ശേഖരിച്ച് ചെങ്ങന്നൂർ പോലീസിന് കൈമാറുകയാണ്. മറ്റന്വേഷണ വിവരങ്ങൾ ഇതുവരെയും പോലീസും പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഇയാൾക്ക് ഈ ചിത്രം പകർത്തി എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത്. കീർത്തന, ശരി. ആടുജീവിതം സിനിമ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്നുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാവുകയാണ്.